വീണ്ടും വിദ്വേഷ പരാമർശവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ. രാജ്യത്ത് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കുന്നു. പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമുള്ള നുഴഞ്ഞുകയറ്റമാണ് മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്ന് അമിത് ഷാ. വോട്ടർ പട്ടികയിൽ നുഴഞ്ഞുകയറ്റക്കാരെ ഉൾപ്പെടുത്തുന്നത് ഭരണഘടനയുടെ ആത്മാവിനെ മലിനമാക്കും. വോട്ടവകാശം രാജ്യത്തെ പൗരന്മാർക്ക് മാത്രമേ ലഭ്യമാക്കൂ എന്നും അമിത് ഷാ പറഞ്ഞു. मुस्लिम आबादी की बढ़ोतरी 24.6% के दर से हुई और हिंदू आबादी 4.5% कमी हुई। अब मैं इसलिए बताता हूं कि ये फर्टिलिटी रेट के कारण नहीं हुआ है, ये घुसपैठ के कारण हुआ है। जब भारत का विभाजन हुआ, धर्म के आधार पर हुआ, हमारी दोनों ओर पाकिस्तान बनाया गया, जो बाद में बांग्लादेश में कन्वर्ट हुआ और पाकिस्तान में कन्वर्ट हुआ। और वो दोनों जगह से घुसपैठ के कारण ये आबादी में इतना बड़ा परिवर्तन आया है। और सारे मुस्लिम जो बढ़े हैं वो मैंने कहा फर्टिलिटी के कारण नहीं बढ़े हैं, वहां से ढेर सारे मुसलमान यहां घुसकर, मुस्लिम भाई यहां घुसकर आए। കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു തലവൂർ കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. വിഷ്ണു, സംഘപരിവാറിന്റെ വർഗീയ താല്പര്യത്തിന്റെ വിഷമാണ് ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. അതുമാത്രമല്ല, വർഗീയ പരാമർശത്തിനോടൊപ്പം തന്നെ ഒരു ഭീഷണി കൂടി അമിത്ഷാ മുന്നോട്ട് വെക്കുകയാണ്. നുഴഞ്ഞുകയറ്റക്കാരെ കണ്ടെത്തും, അവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കും, അവരുടെ രാജ്യത്തേക്ക് നാടുകടത്തുമെന്ന്. ഏതൊരു സാഹചര്യത്തിലായിരുന്നു ഇത്തരത്തിലൊരു വർഗീയ പരാമർശം? കൂടുതൽ വിശദാംശങ്ങൾ. സിന്ധുരി, കഴിഞ്ഞ ദിവസം ദില്ലിയിൽ നടന്ന ഒരു പരിപാടിയിൽ സംസാരിക്കവെയാണ് അമിത്ഷാ ഇത്തരത്തിൽ വലിയ വർഗീയ പരാമർശം അല്ലെങ്കിൽ വിദ്വേഷ പരാമർശം തന്നെ നടത്തിയിരിക്കുന്നത്. അതായത് ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇപ്പോൾ ഈ രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ വലിയ തോതിൽ കുറയുന്ന സാഹചര്യമാണ്. 4.5% ഹിന്ദു ജനസംഖ്യ കുറഞ്ഞു. അതോടൊപ്പം തന്നെ മുസ്ലിം ജനസംഖ്യ 24.6% ഇപ്പോൾ കൂടിയിട്ടുണ്ട് എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. ഇതിൻ്റെ കാരണമായി അമിത്ഷാ പറയുന്നത് പ്രത്യുൽപാദന നിരക്കല്ല, മറിച്ച് നുഴഞ്ഞുകയറ്റമാണ് ഇത്തരത്തിൽ ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം എന്നതാണ്. ഇന്ത്യ വിഭജനം സമയത്ത് ഈ ഇന്ത്യ പാകിസ്ഥാൻ വിഭജനമൊക്കെ ഉണ്ടാകുമ്പോൾ ഇന്ത്യയുടെ രണ്ടു വശത്ത് രണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഉണ്ടാകുന്നു, പാകിസ്ഥാൻ, ബംഗ്ലാദേശ്. ഈ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റമാണ് ഇത്തരത്തിൽ ജനസംഖ്യ വർദ്ധിക്കാൻ കാരണം. ഈ വിഭജനം നടക്കുന്ന 51-ൽ ഇത്തരത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യ ഈ ഹിന്ദു ജനസംഖ്യ 84%. അതോടൊപ്പം തന്നെ മുസ്ലിം ജനസംഖ്യ 9% മാത്രമായിരുന്നു. പക്ഷേ പിന്നീട് 71-ലെ കണക്കെടുക്കുമ്പോൾ ഹിന്ദു ജനസംഖ്യ വീണ്ടും കുറയുന്നു, 2% കുറഞ്ഞ് 82%. അതോടൊപ്പം തന്നെ മുസ്ലിം ജനസംഖ്യ 11% വർദ്ധിച്ചു എന്നതാണ് അമിത്ഷാ ചൂണ്ടിക്കാട്ടുന്നത്. പിന്നീട് 1991-ലെ സെൻസസിൽ ഹിന്ദു ജനസംഖ്യ 81% കുറയുന്നു, മുസ്ലിം ജനസംഖ്യ 12.12% വർദ്ധിക്കുന്നു. ഇത്തരത്തിൽ കണക്കുകൾ വെച്ചുകൊണ്ടാണ് അമിത്ഷാ ഇത്തരത്തിലൊരു പരാമർശം നടത്തുന്നത്. അതായത് രാജ്യത്തെ ഹിന്ദു ജനസംഖ്യ വളരെയധികം കുറയുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നൊരു പരാമർശം തന്നെയാണ്. അതോടൊപ്പമാണ് ഈ നുഴഞ്ഞുകയറ്റക്കാരെയൊക്കെ തന്നെ രാജ്യത്തിന് പുറത്താക്കുമെന്നതാണ് പറയുന്നത്. അതിൽ തന്നെ രണ്ട് വശങ്ങൾ അമിത്ഷാ പറയുന്നുണ്ട്. CA ന്യായീകരിക്കുന്ന ഒരു ഭാഗം കൂടി അമിത്ഷാ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതായത് ഈ നുഴഞ്ഞുകയറ്റക്കാരാണ് ജനസംഖ്യ വർദ്ധിക്കാൻ, മുസ്ലിം ജനസംഖ്യ വർദ്ധിക്കാൻ കാരണമെന്ന് പറയുമ്പോൾ പോലും അമിത്ഷാ പറഞ്ഞു വെക്കുന്നത് പൗരത്വ നിയമ ഭേദഗതിയിലൂടെ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് വരുന്നവർക്ക് പൗരത്വം നൽകാനുള്ള നിയമം താൻ കൊണ്ടുവന്നു. പക്ഷേ അതിൽ തന്നെ അഭയാർത്ഥികളും നുഴഞ്ഞുകയറ്റക്കാരും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം ഇത്തരത്തിൽ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാൻ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന മുസ്ലിം ഇതര മതസ്ഥരൊക്കെ തന്നെ അഭയാർത്ഥികളാണ്. പക്ഷേ ഈ രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന മുസ്ലിം വിഭാഗക്കാർ അവർ നുഴഞ്ഞുകയറ്റക്കാരാണ്. ഇത്തരത്തിലൊരു വർഗീയത കൂടി ഇന്നലെ അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. സിന്ധുരി.